ഡോക്ടർ ബി ജയരാജ് എങ്ങനെ കാണുന്നു ഈ ആരോപണത്തെ എങ്ങനെ കാണുന്നു? പാർട്ടി എന്തായാലും ഇത് തള്ളിക്കളയുകയാണല്ലോ, അസംബന്ധം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. പക്ഷേ ചില സംശയങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. ഡോക്ടർ ബി ജയരാജ്, ഇതിനകത്ത് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ രാജേഷ് കൃഷ്ണൻ എന്ന് പറയുന്ന ആളൊരു സൗഹാർദ്ദ പ്രതിനിധിയാണ്. അപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസിൽ എലക്ട് ചെയ്യപ്പെട്ടൊരു പ്രതിനിധിയൊന്നുമല്ല. അപ്പോൾ ഒരു സൗഹാർദ്ദ പ്രതിനിധിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് അന്വേഷണം നടത്തണമെന്ന കാര്യമൊന്നുമില്ല. അല്ലാതെ വലിയ ചർച്ച ചെയ്ത് സമയമെടുത്തൊന്നും പുറത്താക്കണമെന്നല്ല, പങ്കെടുക്കേണ്ടെന്ന് പറയുന്നതല്ല. അങ്ങനെ ഒരു ടൈൻറ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ പാർട്ടി കോൺഗ്രസ് പോലെയുള്ള ഒരു സമയത്ത് സന്ദർഭത്തിൽ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഫർഷാദിന്റെ നേരത്തെയുള്ള ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് കേരളത്തിലുള്ള മുഴുവൻ ചാനലുകളെ സമീപിച്ചു ഈ വാർത്തയൊന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ആരും ഇത് ടെലികാസ്റ്റ് ചെയ്തില്ല. അങ്ങനെയാണ് ഈ വിഷയം പാർട്ടി കോൺഗ്രസിൽ കൊണ്ടുവന്ന് ഉന്നയിക്കുന്നതെന്നാണ് ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളും ഫാമിലി ഇഷ്യൂസും മറ്റു ഇഷ്യൂസും ഒക്കെ വെളിയിൽ വന്നു. ഇപ്പോൾ ഇതിനകത്ത് ഈ കത്തിനകത്ത് പറയുന്നത് എന്താണ്, ഒരു പറ്റ ആളുകളെ കാടടച്ച് വെടിവെക്കുന്നത് പോലെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പാർലമെന്റിൽ പോകാനായിട്ട് പറഞ്ഞു, അതിന് സഹായം ചെയ്തു കൊടുത്തു, ശ്യാം വഴി ഇയാളെ പരിചയപ്പെട്ടു, അങ്ങനെ പരിചയപ്പെട്ട് ഇതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പം അതിനുശേഷം പിന്നെ കൂടുതൽ അടുത്തു, പിന്നെ സിനിമാ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയം ഉണ്ടായപ്പോൾ അതിന് സഹായിച്ചു, പിന്നെ കമ്പനി ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഈ കത്തിൽ പറയുന്നുണ്ട്. ഇതിനകത്തുനിന്ന് വളരെ ക്ലീൻ ആയിട്ടുള്ള ഇമേജ് ഉള്ള തോമസ് ഐസക്കിന്റെ ശ്രീരാമകൃഷ്ണന്റെ ഒക്കെ പേര് ഇതിനകത്ത് വലിച്ചിഴക്കുന്നുണ്ട് ഒരു കാര്യമില്ലാതെ. പക്ഷേ ഇതൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ രേഖകളൊന്നും കൃത്യമായിട്ടുള്ള രേഖകളൊന്നും പറയുന്നതുമില്ല. ഇതിപ്പം ഫേസ്ബുക്കിൽ ഇദ്ദേഹം എഴുതുന്നത് ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ആ ഒരു ഇഷ്യൂ ആ സമയത്ത് ഇതായിട്ട് വന്നു, അതിനുശേഷം പോയി, പിന്നീട് ഇപ്പോൾ ലെറ്റർ ചോർന്നു എന്ന് പറഞ്ഞു വരുന്നു. ഇതൊക്കെ തീർച്ചയായിട്ടും വെസ്റ്റഡ് ഇൻട്രസ്റ്റോട് കൂടി ഇപ്പം പാർട്ടി സെക്രട്ടറി ആയത് കാരണം, എം വി ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി ആയത് കാരണം അതിനുശേഷം ഇത് ഒന്നുകൂടെ ഒന്ന് കത്തിച്ചു നിർത്താമെന്നുള്ള രീതിയിൽ ആരെങ്കിലും താല്പര്യത്തോടു കൂടി കൊണ്ടുവരുന്നതാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇതിനകത്ത് ഇത് അബ്സേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരി, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? പോലെ ഒരു അസംബന്ധം നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ ഇതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പോലുമല്ല. കാരണം രാജേഷ് കൃഷ്ണ എന്ന വ്യക്തി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, രാജേഷ് കൃഷ്ണ എന്ന വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം UK-യിലെ CPM-ന്റെ പാർട്ടിക്കാരൊന്നുമല്ല. CPM-നെ സപ്പോർട്ട് ചെയ്യുന്ന AIC എന്ന അല്ല, അദ്ദേഹം ഒരു AIC എന്ന പാർട്ടിയല്ല, CPM-ന്റെ ലണ്ടനിലുള്ള AIC എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ അതുമായിട്ട് ഒരു പ്രതിനിധിയായിട്ടാണ് പങ്കെടുക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നതാണ് അദ്ദേഹം, അല്ലാതെ ഇദ്ദേഹത്തിന് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവും കാര്യങ്ങളുള്ള ആളല്ല. പിന്നെ ഇതിനകത്ത് എന്തായാലും പറയട്ടെ, ഈ ഷർഷാദ് AIC എന്ന് പറഞ്ഞ പാർട്ടി ഘടകമല്ലത്. പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്, അതിനൊരു ഘടകം മാത്രമാണ്. UK-യിൽ അല്ലാതെ പാർട്ടി ഘടകമല്ലത്. പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകവും പാർട്ടി ഘടകവും. മറ്റൊന്ന്, ഈ ഷർഷാദ് പറയുന്ന ഈ ആരോപണങ്ങളിൽ അതാണ് ഞാൻ പറഞ്ഞത്, CPM അല്ലത്. ഷർഷാദ് എന്ന് പറയുന്ന ആരോപണങ്ങളിൽ ഏതെങ്കിലും കേരളത്തില് ഇന്ത്യയിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാര് ഈ രാജേഷ് കൃഷ്ണയിൽ 10 പൈസ വാങ്ങിച്ചായിട്ട് പറയുന്നുണ്ടോ? പക്ഷെ ബൽദേവ് രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ കാരണമായത് ഷർഷാദ് കൊടുത്ത പരാതിയാണല്ലോ. അപ്പോൾ ആ പരാതി ഉന്നയിച്ച മറ്റു കാര്യങ്ങൾക്ക് പ്രസക്തിയില്ലേ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് പറയണം, അല്ല പിന്നെ എന്താണ് കാരണം ഉണ്ടായതെന്ന് പറയണം. അത് വ്യക്തമാക്കുന്നില്ല. അത് പാർട്ടി ചർച്ച ചെയ്യുന്നോളും. അല്ല, ഷർഷാദ് വന്നിരുന്ന പറഞ്ഞാൽ മതി, ഞാൻ കൊടുത്തൊരു പരാതി ഒരു പേപ്പർ വാങ്ങിച്ചോണ്ടാണ് CPM എന്ന് പറയുന്നത് പാർട്ടി ഒരു പാർട്ടി കോൺഫറൻസിൽ ഒരാളെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ അതൊക്കെ ശുദ്ധമായ വിവരക്കട. മഞ്ചേഷ് അതിനെക്കുറിച്ച് എടുക്കുകയായിരുന്നു. അങ്ങനെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സമ്മേളനത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ രാജേഷ് ഫയൽ ചെയ്ത പെറ്റീഷന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ കംപ്ലൈന്റ് ആണ് കാരണം. ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത പെറ്റീഷന്റെ അകത്ത് വളരെ പരാതിക്കാരനാണ് എനിക്ക് ഞങ്ങൾ കോടതിയിൽ അങ്ങനെ പലതും പറയും. കോടതി പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ മഞ്ജുഷേ, അതായത് ഈ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്ന രാജേഷ് കൃഷ്ണയ്ക്ക് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നത് ജോജോ ജോസ്.
ഈ ജോജോസ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ BJPയുടെ ദേശീയ സമിതിയിലെ യൂത്ത് ബാങ്കിലുള്ള ഒരു അംഗമാണ്. അദ്ദേഹം CPM-ന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് 7 വർഷം കേസ് കൊടുത്ത ആളാണ്. പിന്നെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന പരാതി, ആ പരാതി സ്വാഭാവികമായിട്ട് പാർട്ടി പോളിറ്റി ബ്യൂറോ ഇങ്ങനെ പരാതി വന്നപ്പോൾ രാജേഷ് കൃഷ്ണയ്ക്ക് ചിലപ്പോൾ ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തു കാണും. ആ നോട്ടീസിനകത്ത് ഈ പരാതി കൂടെ പോകും. ആ പരാതി വെച്ചാണ് ഡിഫോമേഷൻ കേസ് കൊടുത്തേക്കുന്നത്. അതല്ല ജോജോ ജോസ് കൊടുത്തിരിക്കുന്നതാണത്. അപ്പൊ ആ പരാതി ഡൽഹി ഹൈക്കോടതി ഡിഫോമേഷൻ കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഒരിക്കലും ഇത് ഡിഫോമേഷൻ നിൽക്കില്ലാതെ വേറൊരു കാര്യം, കാരണം പരാതി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിന് പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡിഫോമേഷൻ നിൽക്കൂ. ഇത് പബ്ലിക്കേഷൻ ഒന്നുമില്ല. ഇത് അങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു കത്താണത്. ആ കത്ത് കൊണ്ടുവന്ന് വെച്ച് ഡിഫോമേഷൻ കൊടുത്തിരിക്കുന്നു. ആ കത്ത് എങ്ങനെ പുറത്തുപോയി? ഒരുപക്ഷെ അത് ഈ രാജേഷ് കൃഷ്ണന്റെ പുറത്തു പോയിക്കൂടെ? അല്ലെങ്കിൽ ഈ ഹൈക്കോടതി BJPയുടെ നേതാവാണ് ജോജോ ജോസ്. BJPക്ക് ഇതിനകത്ത് രാജേഷ് കൃഷ്ണയ്ക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. രാജേഷ് കൃഷ്ണയ്ക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും പാർട്ടി കൊടുക്കാം. പാർട്ടി ഷോക്കോസ് നോട്ടീസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ഒരു പരാതി ഷോക്കോസ് നോട്ടീസ് കൊടുത്തിരിക്കാൻ ചിലപ്പോൾ പരാതി കൊടുത്താൽ തീർച്ചയായിട്ടും പാർട്ടി അന്വേഷിക്കും. താങ്കൾ തന്നെയല്ലേ പറഞ്ഞത്? അതാണോ അങ്ങനെയാണെന്ന് ആര് പറഞ്ഞു? താങ്കൾ തന്നെ പുറത്താക്കുന്ന മഞ്ചേഷ് കൊണ്ടുവന്നൊരു പരാതി കൊണ്ടുവന്ന് CPM-ന്റെ നേതാവിന് കൊടുത്താലും സ്വാഭാവികമായിട്ട് പാർട്ടി അത് അന്വേഷിക്കും. അതിനയാളെ പുറത്താക്കുന്നതായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ രണ്ടും കൂടി പറയരുത്. താങ്കൾ പറഞ്ഞു അതിന്റെ പുറത്താണെന്നാണല്ലോ. ഞാൻ പറയട്ടെ, ശ്രീ MK ഹരിദാസ് ഒരു പരാതി ഇപ്പൊ നാളെ കൊണ്ടുവന്ന് CPM-ന്റെ നേതാവിനെ അന്വേഷിക്കും. ഞാൻ കൊടുത്ത പരാതി എന്താണെന്ന് എനിക്കറിയാം. ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ എന്തായാലും കോടതിയിൽ എനിക്ക് ബോധ്യപ്പെടുത്താം. ഈ ശ്രീ MK ഹരിദാസൊക്കെ ഞങ്ങളെ വലിച്ചു കയറുന്ന ആൾ, അദ്ദേഹമൊക്കെ പറഞ്ഞു, അദ്ദേഹം വളരെ മാന്യമായിട്ട് കാര്യത്തിൽ സംസാരിച്ചു. ഇതൊന്നും ചർച്ചയ്ക്ക് പോലും എടുക്കേണ്ട വിഷയമല്ല. ഇതിനൊരു യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത വെറുതെ കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനത്തെ കരുതേച്ച് കാണിക്കുന്നത്. അങ്ങനെയൊന്നും കരുതേച്ചാൽ തേക്കുന്ന പ്രസ്ഥാനമൊന്നുമല്ല CPM എന്ന് പറയുന്ന പ്രസ്ഥാനം. അവസാനമായിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഷോക്കോസ് കൊടുത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് കോടതി രേഖയായിട്ട് വരണം. അങ്ങനെ കോടതി രേഖയായിട്ട് വന്നതാണ്. അതിനകത്തൊരു ചോർത്തലിന്റെ വിഷയം ഇല്ല എന്നാണ് ബൽദേവ് പറയുന്നത്. അല്ല, അതും ആയിക്കൂടാ എന്നില്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ശ്രീ ഷർഷാദ് ഇവിടെ പറയുന്നത് പോലെ അദ്ദേഹം പറയുന്ന ആരോപണത്തിനൊപ്പം നിൽക്കുന്നതിന് എനിക്ക് വ്യക്തിപരമായി ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് മറ്റൊരാളിനോട് അത് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇതാണ് ഇവിടുത്തെ പ്രശ്നം, ഇതാണ് ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന വിഷയം.